ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികളുള്ള ഷുഗറിനെ പറ്റിയാണ്. അതിന് മെറ്റ്ഫോമിൻ ഗുളികയാണോ ഇൻസുലിനാണോ നല്ല ഓപ്ഷൻ എന്നതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻറ്റർ, പാല. സാധാരണയായി നമുക്കറിയാം, ഗർഭിണികളിൽ വരുന്ന ഷുഗറിന് നമ്മൾ പറയും ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. നേരത്തെ ഷുഗർ ഉണ്ടായിരിക്കുകയല്ല, പ്രഗ്നൻസി വന്നു കഴിയുമ്പോൾ, അതായത് ഗർഭിണി ആയി കഴിയുമ്പോൾ ഷുഗർ വരുന്നു. ചിലപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ വരാം, ചിലപ്പോൾ ഒരു 4 തൊട്ട് 6 മാസങ്ങളായിരിക്കും ഷുഗർ വരിക. അവൻ ഏത് മരുന്നാണ്, ഇൻസുലിനാണോ വേണ്ടത് ഗുളികയാണോ എന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും തർക്കമുണ്ട്. നേരത്തെ നമ്മൾ ഇൻസുലിൻ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ഇൻസുലിനാണ് നമുക്ക് ബേബിക്കും അമ്മയ്ക്കും നല്ലതെന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. പിന്നെ അടുത്ത ആളതായി നമ്മൾ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഗുളിക കൊടുക്കാൻ തുടങ്ങി. മെറ്റ്ഫോമിനാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, മെറ്റ്ഫോമിനാകുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻസ് ഒഴിവാകും. മറ്റാകുമ്പോൾ ഇൻസുലിൻ 2-3 നേരമൊക്കെ എടുക്കേണ്ടി വരും ഷുഗർ കൺട്രോളിന് വേണ്ടി. അപ്പം പല അവസരങ്ങളും നമ്മൾ കണ്ടിരിക്കുന്നത് ഷുഗർ കൺട്രോൾ ആകാതെ വരുമ്പോൾ 2 സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇൻസുലിൻ 3 നേരം എടുക്കാറുണ്ട്. അതുകൂടാതെ മെറ്റ്ഫോമിൻ ഗുളിക 2 നേരം കൊടുക്കാറുണ്ട്. മെറ്റ്ഫോമിൻ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന 500 മില്ലിഗ്രാം 2 നേരമായിട്ടാണ്. ചിലർക്ക് അത് ഷുഗർ കൺട്രോൾ എല്ലാം വരുമ്പോൾ 1 ഗ്രാം രാവിലെ അമ്മയായിട്ടും കൊടുക്കും. മാക്സിമം ഡോസ് 2 ഗ്രാം പെർ ഡേ അത്ര നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻസുലിൻ നമ്മൾ അത് ഷോർട്ട് ടൈം ഇൻസുലിൻ അല്ലെങ്കിൽ റെഗുലർ ഇൻസുലിൻ അല്ലെങ്കിൽ റാപ്പിഡ് ഇൻസുലിൻ എന്ന് പറയും. അത് 3 നേരമായിട്ട് കൊടുക്കും. 4 to 6 hours ആക്ഷൻ ടൈമാണ്. രാവിലെ എടുത്തു, ആദ്യം ഉച്ചയ്ക്ക് മെഡിസിന് മുമ്പ് എടുത്തു, വൈകുന്നേരം ഡിന്നറിന് മുമ്പ് എടുക്കുന്നു. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അതുകൊണ്ട് ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം മെറ്റ്ഫോമിൻ നമുക്കറിയാം, മെറ്റ്ഫോമിൻ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കും. അപ്പം വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കും. പിന്നെ ഉള്ളത് മെറ്റ്ഫോമിൻ പ്ലാസൻ്റ ക്രോസ് ചെയ്യുക. അപ്പം കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ കുഞ്ഞിലേക്ക് പോകുന്ന രക്തത്തിൽ കൂടി ഈ മെറ്റ്ഫോമിൻ പോകും. അപ്പം കുഞ്ഞിനെ ചിലർക്ക് നമുക്ക് ഡയബറ്റിക്, അതായത് പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് ഉള്ളവർക്ക്, അതായത് ഷുഗർ ഉള്ളവർക്ക് ബേബിക്ക് സൈസ് കൂടുതലായിരിക്കും. നമുക്ക് ഡെലിവറിക്കൊക്കെ പ്രയാസം വരും, നമുക്ക് ഹെഡ് ഇറങ്ങി വരാനൊക്കെ പ്രയാസം വരും. അപ്പം മാക്രോസോമിയ എന്ന് പറയും. അപ്പം മെറ്റ്ഫോമിൻ കഴിക്കുന്നവർക്ക് അത് ബേബിയുടെ സൈസ് കുറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. സൈസ് കാര്യമായിട്ട്, കാരണം മെറ്റ്ഫോമിൻ പ്ലാസൻ്റ ക്രോസ് ചെയ്ത് ബേബിയുടെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ബേബിക്ക് സൈസ് കുറവായിരിക്കും. അപ്പോൾ ഇൻസുലിൻ ആകുമ്പോൾ ഇച്ചിലൂടെ നമുക്ക് സൈസ് കൂടാനും സാധ്യതയുണ്ട്. നോർമൽ ഡെലിവറി നമുക്ക് വിഷമകരമാകുകയും പലപ്പോഴും സിസേറിയനിലേക്ക് പോകാനിടയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മെറ്റ്ഫോമിനെ പറ്റി കൂടുതൽ പഠനങ്ങൾ വരാനുണ്ട്. മെറ്റ്ഫോമിൻ പ്ലാസൻ്റ ക്രോസ് ചെയ്ത് ബേബിയുടെ അടുത്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങളായിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടക്കുകയും കൂടുതൽ ഡാറ്റ വരികയും ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നിരുന്നാൽ പോലും നമുക്ക് പ്രഗ്നൻസിയിൽ മെറ്റ്ഫോമിൻ കൊടുക്കുന്നതിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വലിയ കുഴപ്പങ്ങളില്ല. 1 ഗ്രാം രാവിലെ 1 ഗ്രാം വൈകിട്ട് കൊടുക്കാം. 2 കൂടെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് ഇൻസുലിൻ കുറച്ച് ആഡ് ചെയ്യാം. ഇപ്പം മെറ്റ്ഫോമിൻ കൊടുക്കുമ്പം അമ്മയ്ക്കും വലിയ വെയിറ്റ് പ്രശ്നം വരികയില്ല, ബേബിക്കും വലിയ വെയിറ്റ് പ്രശ്നം വരികയില്ല. അപ്പം മെറ്റ്ഫോമിൻ കൊടുത്തോണ്ട് പണ്ടത്തെ സ്റ്റഡീസ്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന നമ്മൾ മെറ്റ്ഫോമിൻ കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ള, ഇൻസുലിൻ മാത്രമേ പറ്റുള്ളൂ. കാരണം പ്ലാസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, ബേബിക്ക് പ്രശ്നങ്ങൾ വരും എന്നൊക്കെയായിരുന്നു. പക്ഷേ മെറ്റ്ഫോമിനുള്ള ഗുണം ഞാൻ പറഞ്ഞ പോലെ മാക്രോസോമിയ, വലിയ ബേബി, ബിഗ് ബേബി ഉണ്ടാകുന്നില്ല, ഡെലിവറി ഇച്ചിരി ഈസിയറുമാക്കുന്നു. പിന്നെ അമ്മയ്ക്കാണെങ്കിലും വെയിറ്റ് ഗെയിൻ വരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഷുഗർ താഴുകയില്ല. ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ താഴാനും ഒക്കെ ചാൻസുകളുണ്ട്. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് വേണം. അമ്മമാരെ സംബന്ധിച്ച് അതും പ്രാക്ടിക്കലി പാടാം. പിന്നെ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ ഗ്ലൂക്കോമീറ്റർ ഷുഗർ നോക്കണം, കൂടുതലാണോ കുറവാണോ. പിന്നെ നമുക്കറിയാം, ഗർഭിണികളുള്ള ഷുഗർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഷുഗർ ഇപ്പോൾ ഒരു 80-90 താഴെ ആയിരിക്കണം നോർമലി. അപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 140-135 താഴെ ആയിരിക്കണം PPBS. അപ്പോൾ ആ ലെവലിൽ ഷുഗർ കൺട്രോൾ ചെയ്യണം. നോർമൽ ആൾക്കാർ, മറ്റുള്ളവർക്കാണെങ്കിൽ ഒരു 120 വരെ പോകാവുന്ന കേസിൽ ഇത് ഫാസ്റ്റ് ഷുഗർ 90 അല്ലെങ്കിൽ 80 താഴെ നിൽക്കണം. അപ്പോൾ അത്രയും കൺട്രോളിലേക്ക് വരണം. 2 hour PPBS കഴിച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ ഒരു 140-135 താഴെ നിൽക്കണം. അപ്പോൾ അതേപോലെ കൺട്രോൾ ചെയ്താലേ നമുക്ക് ബേബിക്ക് പ്രശ്നങ്ങൾ വരാതെ കൂടെ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയനിലൂടെ നമുക്ക് ബേബിയെ, നല്ലൊരു ആരോഗ്യമുള്ള ബേബിയെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഷുഗർ ഗർഭിണികളുടെ കൺട്രോൾ സാധാരണ രോഗികളെക്കാരും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇൻസുലിനും 2 ഗുളികയും 2 ആവശ്യമുള്ളതാണ്. മറ്റുള്ള ഗുളികൾ നമുക്ക് ഇതുവരെ സ്റ്റഡീസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഇപ്പം മെറ്റ്ഫോമിൻ 500 എന്ന് പറഞ്ഞ ഗുളിക കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 1 ഗ്രാം കൊടുക്കാൻ പറ്റും, കൂടാതെ ഇൻസുലിൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞിനെയും നമുക്ക് ലഭിക്കാൻ ഇടയാക്കും. താങ്ക് യു.